റഷ്യൻ കവിയായ അലക്സാണ്ടർ പുഷ്കിനെ ഒരു ഗ്രീക്ക് പെൺകുട്ടി പ്രണയിച്ചിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് തുർക്കികളുടെ അധീനതയിലായിരുന്നു റുമേനിയയുടെ ഒരു ഭാഗം. 1832 ആക്രമണകാരികളായ തുർക്കികളോടെതിരിടാൻ വിപ്ലവകാരികളുടെ കൂടെ ഈ പെൺകുട്ടിയും ഉണ്ടായിരുന്നു. റഷ്യയുടെ തെക്കൻ ഭാഗത്തേക്ക് മറ്റുള്ളവർ രക്ഷപ്പെട്ടപ്പോൾ ഈ യുവതിയും അവരോടൊപ്പം ചേർന്നു. അവിടെ വെച്ചാണ് അവൾ പുഷ്കിനെ കണ്ടത്. പക്ഷേ കവിക്ക് കടലാസില്ലാത്ത കവിതയായിരുന്നു കാലിപ്സോ എന്ന പെൺകുടി. ഹതാശയായ അവൾ തിരിച്ചു വന്നു. അന്ന് പള്ളികളിൽ സ്ത്രീകൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. കാലിപ്സോ ഒരു സന്യാസിയുടെ വേഷം ധരിച്ചാണ് പള്ളിയിൽ കഴിഞ്ഞത്. 1840 ആത്മഹത്യ ചെയ്ത് ജീവിതം അവസാനിപ്പിക്കും വരെ സത്യം ആരും അറിഞ്ഞില്ല. തലയിണയ്ക്കടിയിൽ എഴുതി ഭദ്രമാക്കി വെച്ചിരുന്ന എഴുത്തിൽ നിന്നും മരിച്ച ശേഷം മാത്രമാണ് അവൾ ആരാണെന്ന് പുറംലോകം അറിഞ്ഞത്. അവളുടെ തലയോട്ടി ഇന്നും റുമേനിയയിലെ ഒരു പള്ളിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്.